ഇതാണ് ഞാൻ പറഞ്ഞത്. ചൂട് കാരണം ആകെ തളർന്ന അവസ്ഥയാണ് ഞങ്ങള്. എനിക്ക് കാലല്ല വേദനിക്കുന്നത്. ഇതാണ് ഗൈസ് രഥം. ദളപതി വിജയനെ കാണുവാനുള്ള 32ാം ദിവസത്തിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നലെ നമ്മള് സ്റ്റേ ചെയ്ത റൂം ഈ കാണുന്ന കേട്ടോ. ഫ്രഷപ്പ് ആയി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല, പുറത്തിറങ്ങിയിട്ട് വേണം ഭക്ഷണം കഴിക്കാന്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയനെ കാണാൻ പോവാം. ഗൈസ് നമ്മള് ഭക്ഷണം കഴിക്കാൻ പോകട്ടോ. രാവിലെ നമ്മൾ ഇറങ്ങി നടക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ റൂമിൽ അണ്ണം വന്ന് റൂമിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാട്ടോ. നമ്മളെ വിളിച്ചോണ്ട് അങ്ങനെ ഇവിടെ തൊട്ടടുത്തുള്ള കല്യാണത്തിൽ വന്നേക്കാണ്. കഴിച്ചോ ഇഡ്ലി, പൊങ്കല്, വട, ചമ്മന്തി, തക്കാളി ചട്നി, പൂരി, ഇത് കിഴങ്ങ്, കേസരി. ഇതാണ് നമ്മുടെ രാവിലത്തെ ഫുഡ്. എങ്ങനെ പൊളിയല്ലേ? ചോദിച്ചോ, തലേ കൂടെ വെച്ചോ. ഈ കാണുന്നതാണ് ഓഡിറ്റോറിയം. നല്ല ഫുഡ്. വേറെ പൊട്ടന്ന് വരെ കഴിച്ചു. പൊങ്കല് നമ്മുടെ റൂം. ഈ കാണുന്ന ലോഡ്ജ് കേട്ടോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ഗൈസ്, ഇന്നത്തെ നമ്മുടെ കാൽനട യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അച്ചറപ്പക്കം എന്ന് പറയുന്ന ടൗണിൽ നിന്ന് കേട്ടോ. എങ്ങനെയുണ്ട് ചൂട്? ചൂടിതാ എന്റെ കണ്ണെല്ലാം തുറക്കാൻ പറ്റുന്നില്ല. അമ്മാതെ ചൂട്. നല്ല ചൂട് കൂടുതലാന്ന് തോന്നുന്നു കേട്ടോ. നമ്മള് കുറച്ച് ലേറ്റ് ആയി. കാര്യം എന്താ വെച്ചാല് നമ്മളെ കാണാൻ വേണ്ടി ഇവിടുത്തെ മീഡിയക്കാര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 3 എണ്ണം. പറഞ്ഞു മനുഷ്യന്റെ നാക്കില് വെള്ളം പറ്റി. എന്തായാലും അവർ നമുക്ക് ഭയങ്കര ഉപകാരം ചെയ്തേട്ടോ. ഇന്ന് വൈകിട്ടത്തിനുള്ളിൽ അല്ലെങ്കിൽ നാളത്തേക്ക് ചെന്നൈ മൊത്തം ന്യൂസ് ആവും. അപ്പൊ വന്ന് ഞങ്ങളുടെ ന്യൂസ് എല്ലാം എടുത്തതൊക്കെ ரொம்ப നന്ദി. വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്കുന്ന ഒരു ലോറിത്താവളം പോലെ കേട്ടോ. നമ്മളിപ്പോ നടന്നു പോകുന്നത് ഒരു ലോറിത്താവളത്തിലൂടെയാണ്. വണ്ടി തിരക്കിന് ഒരു കുറവില്ല കേട്ടോ. രാത്രിയാണെങ്കിൽ രാവിലെ ആളെ എണ്ണച്ചില് തിരക്ക് കഴിഞ്ഞിട്ടേ ഉള്ളു. ഈ വീടിന്റെ സൈഡിൽ കണ്ടില്ല നിങ്ങള്? എന്താ വെച്ചാല് കച്ചി കേട്ടോ, കച്ചി വൈക്കോലാട്ടോ. വൈക്കോല് വെച്ചിട്ടാണ് ആ ഒരു നിരപ്പ് ചെയ്തെടുക്കുന്നത് നല്ല കട്ടിയില്. അതുകൊണ്ടാണ് ആ ഒരു ഭംഗി നമുക്ക് ഇവിടുന്ന് കാണുന്നത്. അതിന്റെ അടിയിലാണെങ്കിൽ ഓല ഇട്ടിട്ടുണ്ട്. ഇതാണ് അവിടെ കണ്ടോ, അത് ഓലപ്പര, ഇത് കച്ചിപ്പര. അതിന്റെ മുകളിലെ കാര്യം ഞാൻ പറയുന്നത്. ലാൻഡിനകത്തൊന്നും കണ്ടിട്ടില്ലേ? വണ്ടി കൊണ്ട് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയാണ് ഇവര് ലാൻഡിലോട്ട് കയറാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ നിരപ്പാക്കി എടുക്കുന്നത്. കുറെ ദൂരം നമ്മൾ നടന്നിട്ടോ. നല്ല ചൂട്. ഒരു ചെറിയൊരു റോഡരികില് ഇതുണ്ടോ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഒരു മരത്തിന്റെ അടിയിൽ തണല് വെച്ചിരിക്കുക കേട്ടോ. JCB കൊണ്ടുവന്ന പഴയ JCB ട്രെയിന് റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ കേട്ടോ നല്ല വെയിലാ. അങ്ങ് ദൂരെ അത് അമ്പലം കേട്ടോ. ഇതെന്താന്നറിയോ? ഇതാണ് മഞ്ഞപ്പൊടിയിൽ ചുക്കാപ്പി ഇട്ടത്. എങ്ങനെയുണ്ട് കുടിച്ചിട്ട്? സാധാ ചുക്കാപ്പി പിടിക്കണ പോലെ തന്നെ, കളർ വ്യത്യാസം വന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മള് കുറച്ചു ദിവസമായി ചുക്കാപ്പി പിടിച്ചിട്ട്. അപ്പൊ ഉള്ളിലേക്ക് ചുക്കാപ്പി ഇല്ലുമ്പോ ഒരു പ്രത്യേക ഒരു ഫീൽ അല്ലേ. ഒരു ചെറിയൊരു ബേക്കറി. ഇതൊരു മലയാളീസിന്റെ ബേക്കറി കേട്ടോ. നേരെ ഓപ്പോസിറ്റ് നമുക്ക് ആര്യ ഭവൻ. എന്റെ പേരെന്തായിരുന്നു? ഒരു കുത്തമ്മിനാർ പോലെ ഇരിക്കുന്നത്. നമ്മളിവിടുന്ന് ആദ്യം ഒരു ചുക്കാപ്പി കുടിച്ചു. അതിനുശേഷം ഒരു കാപ്പി കുടിച്ചു. ചൂട് കാരണം നമ്മൾ വീണ്ടും ഒരു ഷേക്കും കൂടെ ഓർഡർ ചെയ്തു. ഒരു രക്ഷയില്ല കേട്ടോ. ഉള്ളും തലയൊക്കെ പുകയാണ്. അതുപോലെ ചൂട്. എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട്? സൂപ്പറാ. കാണുന്നുണ്ടോ? മെൽമരുവത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലോട്ട് കയറുന്നതിന്റെ എൻട്രൻസ് ആട്ടോ. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, കോവില് പോലെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. ചൂട് കാരണം ആകെ തളർന്ന അവസ്ഥയാണ് ഞങ്ങള്. അവിടെ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റുന്നുണ്ടോ? വെള്ള താറാവുകള്. താറാവ് കയറി മുകളിലെത്തി. ഈ കാണുന്ന വലിയൊരു അമ്പലക്കുളമാണ്. താമരമാണോ? അതൊക്കെ അതിന്റെ ഉള്ളിലിരിക്കുന്നതൊക്കെ അതെ. എന്താ മനസ്സിലായോ? താറാവ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഓപ്പോസിറ്റ് എന്താ അമ്പലമാണെന്ന് തോന്നുന്നു. കുറെ കൊടികളൊക്കെ വെച്ചിട്ടുണ്ട്. സിദ്ധമഠമാണെന്ന് തോന്നുന്നു അല്ലേ? വലിയൊരു അമ്പലമാണെന്നോ? അതുണ്ടോ? ഭക്ഷണം വാങ്ങിക്കാണ്ടി പോട്ടോ. നമുക്ക് എസ്കോർട്ടായിട്ട് പറഞ്ഞു വിട്ടേക്കുന്നുണ്ട്. ഇവിടുത്തെ ഹെഡ് ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഇതുപോലെ വരുന്നുള്ള വിഷയം അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രശ്നം വരാതെ അവിടെ എത്തിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മളെ ഒരു ഗൈഡായിട്ട് നമ്മൾ പുറകെ വിട്ടേക്കുന്ന കേട്ടോ. ഈ ഒരു കടയിലാണ് നമ്മൾ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇരിക്കുന്ന കേട്ടോ സാറ്. അമ്പലത്തില് ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ അവിടെ പോയി ഭക്ഷണം വാങ്ങിക്കാന്ന് വെച്ച് വന്നതാണ്. സാറ് സമ്മതിക്കുന്നില്ല. അപ്പം സാറ് ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നിട്ട് ആള് വീട്ടിൽ പോകുന്നുണ്ട്. വീട്ടിൽ പോയി കഴിച്ചിട്ട് പിന്നെയും വരും. ഇവിടുന്ന് പോകുമ്പോ അതിനോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇത്ര ഏരിയ ഇവരുടെ ആണ്ടറിലാണ്. അപ്പൊ ഇവര് മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ച് നമുക്ക് സേഫ്റ്റി ആയിട്ട് നമ്മുടെ പുറകെ വരുന്നതാണ്. ഭക്ഷണം പോയി വാങ്ങിച്ചോണ്ട് വന്നിട്ടോ. നമ്മുടെ കൂടെ വന്ന ആളുണ്ടല്ലോ, അയാള് സത്യം പറഞ്ഞ
സിനിമയിലൊക്കെയാണ് കണ്ടിട്ടുള്ളൂ നമ്മള്. CID എന്ന് പറയില്ലേ, അതായത് ഗവൺമെന്റിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അവര്. കൂടുതൽ അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. രഹസ്യമായിട്ട് അവരുടെ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകുന്ന ആൾക്കാര്, മുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട് അതിനനുസരിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാര്, അവരാണ് ഇപ്പൊ നമ്മുടെ കൂടെ എസ്കോർട്ട് ആയിട്ട് വരുന്നത് കേട്ടോ. ഭക്ഷണം വാങ്ങിച്ച് നമ്മൾ ഈ ഇരിക്കുന്ന ഇവിടെ പൊങ്കാലയൊക്കെ ഉണ്ടാക്കുമല്ലോ, ഒരു അമ്പലം, അതിന്റെ ആൽത്തറയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മള് റെസ്റ്റ് എടുക്കുന്നത്. സമയം ഇപ്പൊ 1:30 നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂട്. അപ്പൊ ഇവിടുന്ന് ഇനി ഒരു 3:30-4 മണിയാവും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകും കേട്ടോ. പോകുമ്പോ ആളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഇത്ര ഭാഗം തൊട്ട് ഇത്ര ഭാഗം വരെ ഇവരുടെ അണ്ടറിലാണ് ഉള്ളത്. അപ്പൊ നമുക്കൊരു പ്രശ്നം പോലും വരാതെ സൂക്ഷിക്കുക, നമ്മളവിടെ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ കടമ. എന്താ അല്ലേ, സത്യത്തില് ഇന്ന് ഉച്ചക്ക് നമ്മള് ഇവിടുത്തെ അന്നദാനം കഴിക്കാന്ന് വിചാരിച്ച് വാങ്ങിക്കാൻ വേണ്ടി പോയതാ കേട്ടോ. നമ്മളെ കൊണ്ട് നമ്മുടെ CID സാറ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി നമുക്ക് ഭക്ഷണം വാങ്ങിച്ചത്. ചോറാണ് വാങ്ങിച്ചത്. ചോറിന്റെ കൂടെ കുറച്ച് കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങളെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. ഹാപ്പിയാണോ? എന്തൊക്കെ കറികളാണല്ലോ പറയും. പച്ചക്കായ, ഇത് വെള്ളരിയും ചെറുപയറും കൂടി ഇട്ടത്, ഇത് സോയാബീൻ കറി, പയറ് തോരന്, മോര്, ചമ്മന്തി, ഇത് രസം, ഇത് സാമ്പാർ, പായസം, പപ്പടം. കുറച്ച് ദിവസമായിട്ട് എന്നോട് കേരള ഫുഡ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ സാർ എന്തായാലും ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ കൊണ്ടു കൊടുത്തപ്പോ ഞാൻ പറഞ്ഞൊന്നുമില്ല കേട്ടോ. ആള് തുറന്നു നോക്കിയപ്പോ ആളുടെ കിളി പോയി. എത്ര കൂട്ടം കറി ഉണ്ടോ നിങ്ങളൊന്ന് നോക്കി കണ്ടോ. ശരിക്കും കേരള ഫുഡ് വാങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ കുറെ ദിവസമായിട്ടുള്ള സങ്കടവും വിഷമൊക്കെ ഇന്ന് തീർക്കാൻ പോയി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഭക്ഷണം കഴിക്കട്ടോ. സൂപ്പർ കാറ്റും കൊണ്ട് ഞാൻ ഷർട്ട് ഊരിയിരിക്കുന്ന വേറൊന്നല്ല, വേറെ വിചാരിക്കില്ലേ, നല്ല ചൂട് ആവിയുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ടാണ്. കഴിക്കല്ലോ. അപ്പൊ ഹാപ്പിയാണോ? സാധനങ്ങളാണ് ഇതുണ്ടോ. ഇതെന്താന്ന് ആർക്കെങ്കിലും അറിയാം? കുട്ടികളില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഇവിടെ അമ്പലത്തിൽ വന്നിട്ട് കെട്ടി ഇട്ടിട്ട് ഇവര് പ്രാർത്ഥിക്കും. കുട്ടി കിട്ടാൻ വേണ്ടി നമ്മുടെ വേണ്ടതിൽ ചെയ്യുമല്ലോ ആഗ്രഹം. ആ ആഗ്രഹം ഇവിടുത്തെ ദൈവത്തിനോട് ഈ രീതിയിൽ കെട്ടിയിട്ട് പ്രാർത്ഥിക്കും. ഇത് കച്ചവടത്തിന് വേണ്ടി കൂട്ടിയിട്ടേക്കുന്നതാണോ അതോ ഒഴിവാക്കിയതാണോന്ന് അറിയത്തില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പൊങ്കൽ ഉണ്ടാക്കുന്ന കേട്ടോ. ഇവിടെ ഉണ്ടാക്കിയതാണ്, കണ്ണിൽ കിടക്കുന്നുണ്ടോ. ഇവിടെ ഇതുപോലെ കുറെ ആൾക്കാര് വന്നിട്ട് ഇവിടുന്ന് പൊങ്കൽ ഉണ്ടാക്കി ഇവിടുത്തെ ആചാരം പോലെ ഇവര് ചെയ്തു കൊടുക്കുന്ന കേട്ടോ. നമ്മൾ അവിടെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ വേണ്ടതിന് വേണ്ടിട്ട് വരുന്നത് കേട്ടോ. കഴിക്കുന്ന ഐസ്ക്രീമാണ് ഉണ്ടല്ലോ. ആള് നമ്മുടെ ഫേസ്ബുക്ക് ഫോളോവർ ആട്ടോ. ഇവിടെ ചെറിയൊരു അമ്പലം കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഈ അമ്മേനെ കണ്ടോ. ഈ അമ്മ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന കേട്ടോ. പൊങ്കല്, മഞ്ഞള്, വേറെന്തോ ഒരു ഇതെന്താ നമ്മുടെ കച്ചിയാ കേട്ടോ, നമ്മുടെ നെല്ലിന്റെ. ഇതുണ്ടോ പൊങ്കല് കൊണ്ടുവന്ന് വെച്ചതിന്റെ ചട്ടി വാഴയിലക്കകത്ത്. ഇതുപോലെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടെ മുഴുവനും കൂട്ടുകളൊക്കെ കെട്ടിയിട്ടേക്കുന്നുണ്ട്. ഇത് ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് കെട്ടിയിരിക്കുന്ന കേട്ടോ. ഇത് ഓരോ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്ന് കുറെ ആൾക്കാര് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിനെ കാണുന്നില്ലേ? ഈ ദൈവത്തിന്റെ മുമ്പിലാണ് ഇവരുടെ ഓരോ സങ്കടങ്ങളൊക്കെ ബോധിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിപ്പോ നോക്കുന്നത്. നേരത്തെ നല്ല വെയിലായിരുന്നു. പഴം, തേങ്ങ, വെറ്റില, മഞ്ഞപ്പൊടി, മഞ്ഞള്, തേങ്ങ, ചുമന്ന പൊടി ഇവിടുത്തെ സ്വാമിക്ക് പൂജയായിട്ട് കൊടുക്കുന്ന കേട്ടോ. അതെ അവിടെ അടുത്തൊരു പൊങ്കല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കേരള മലപ്പുറം വന്നിരിക്കാ കണ്ണൂർ. കണ്ണൂർ കാസർഗോഡ് ഞങ്ങൾ പക്കത്തിലതാ. ഏച്ചൂരാ തൃശ്ശൂരാ? ഏച്ചൂര്. ഇത് ഇവിടെ ഇവര് ഫാമിലി ആട്ടോ. അപ്പൊ ഇവരിവിടെ കുറെ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് വേണ്ടതിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറെ അധികം മനുഷ്യരവിടെ വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഓപ്പോസിറ്റ് അമ്പലം പോലെ ഒന്നും കാണിച്ചില്ല. അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി മോദി വരെ വന്നിട്ടുണ്ട് ഇവിടെ. ഹായ് ഫോട്ടോട്. ഇത് ഈ പൂട്ട് എന്തിനാന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് ക്യാമറ നോവാ. ഓക്കെ. ഈ പൂട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇതുണ്ടല്ലോ, അയൽവക്കം ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയാൻ വേണ്ടി കിട്ടുന്നതുണ്ട്. പിന്നെ വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് അവിടെ പൂട്ട് കിടക്കുന്നത്. അതിന്റെ ഉള്ളില് വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. മരത്തിൽ ഇതുപോലെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു കേട്ടോ. അതിനകത്തൊരു കുട്ടി മഞ്ഞള് ഒരു ചരട് ഇങ്ങനെ മരത്തിൽ കെട്ടിയിട്ടു കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആചാരം. വളയൊക്കെ കെട്ടിയിട്ടുണ്ട്. அண்ணே நிறைய ஆளுங்க வரோம் இங்க என்னெல்லாம் வேண்டுதல் இருக்கு தெரியுமா? இல்ல எல்லாம் வரலாம், எதுக்கு வேணாலும் வரலாம். அதான் கோவில்.
அங்க பெரிய பெரிய ஆளுங்க போட்டோ எல்லாம் வச்சிருக்கு. ஆமா அவங்க வந்து அடிகளா இருக்காருல்ல அவங்க வந்து எந்த சிஎம் யார் வந்தாலும் போய் மீட் பண்ணுவோம். മീറ്റ് പണ്ടുവാറ്. ഓക്കെ മീറ്റ് പണ്ടൂല്ലേ சொல்லிല്ല അത് അന്നാള് அவங்க இறந்தாங்க. ഇറന്നിട്ടാണ്. അതായത് ഇവിടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ വരുന്നതിനൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടുത്തെ ആചാരങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോയ ഒരു പ്രധാന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് കുറെ പേര് ഇവിടെ വരുന്നത്. ഈ കിടക്കുന്ന കട്ട മുഴുവൻ ഉണ്ടല്ലോ, ഇത് മുഴുവൻ ഇവിടെ പൊങ്കൽ വെക്കാൻ വേണ്ടിയിട്ട് കത്തിച്ചേക്കുന്ന കേട്ടോ. കിടക്കുന്ന മുഴുവനും വിറകാട്ടോ. ഡിസംബറിലാണ് ഇവിടുത്തെ ഉത്സവം കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ദിവസം ഇവിടെ 1 ലക്ഷം ആൾക്കാർ വരെ വരും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ എന്ന് വെച്ചാൽ മൊത്തത്തില് ക്രൗഡ് ആയിരിക്കും. അതുപോലെ നല്ല രീതിയിൽ ട്രാഫിക്കും ഉണ്ടാവും. ഈ സ്വാമിയുടെയാണ് ഈ ഒരു ക്ഷേത്രം. ഇതിന്റെ എൻട്രൻസിന്റെ ഭാഗമാട്ടോ ഈ കാണുന്നത്. നമ്മൾ നടന്നു തുടങ്ങി. സമയം ഇപ്പൊ 5 മണിയായിട്ടോ. വെയിലിന്റെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ചെറിയ വെയിലുണ്ട്. ഉറങ്ങിയിട്ടൊന്നുമില്ല, കൂടിത്തേ ഉള്ളൂ. CID ആണ് ഞാൻ പോകുന്നത് കേട്ടോ. അവിടെ മുമ്പില് ഞാനിപ്പോ ആളെ വിളിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞ് ഞാനിവിടെ തന്നെ ഉണ്ടത്. നമ്മളൊരു കരിമ്പ് ജ്യൂസ് പിടിക്കാൻ പറ്റുമോ കേട്ടോ. നമ്മുടെ സാറിന്റെ കൂടെ ആണ് ഉള്ളത്. ഇവിടെ റോഡ് സൈഡിൽ ഇരുന്ന് അലക്കുന്നുണ്ടോ? ട്രാഫിക് അതുപോലെ ഇരുന്ന് അലക്കോ? അപ്പുറത്തെ ഭാഗത്ത് കണ്ടോ ട്രാഫിക് കേട്ടോ. എന്നാലും നമ്മൾ പോകുന്ന ഭാഗത്ത് ട്രാഫിക് ഇല്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഓണടിച്ച് ചെവിയെല്ലാം കത്തിച്ചേരെ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാട്ടോ. അണങ്ങിയാ പോകുന്നത്. സൺസെറ്റ് പാടം ഞങ്ങള് സമയം 6:45. നമ്മള് ആകാശം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് മുമ്പിൽ കൂടെ നടന്നു പോട്ടോ. അതിന്റെ ഉള്ളിൽ കണ്ടോ നീ? ഞാൻ പറഞ്ഞ സ്റ്റേഷന്റെ ഉള്ളിൽ സ്റ്റേഷന്റെ ഉള്ളിൽ പോലെ നല്ല രസം കേട്ടോ. സമയം ഇപ്പൊ 7:15 നമ്മള് ഒരു കടയിൽ ചായ കുടിക്കാൻ കയറിയേക്കാണ്. മടുത്ത് വേർത്ത് കുളിച്ച് ഒരാളിരിക്കുന്നു നോക്ക്. അതിനൊക്കെ ഛർദിച്ചിട്ടോ. പഴുത്ത നല്ല വേദന. ഫോണൊന്നും ചാർജും ഇല്ല. ഇന്ന് വീഡിയോ ഇടാനും ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. സമയം ഇപ്പൊ 9:15. ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ഒരാളുടെ അവസ്ഥ കേൾപ്പിച്ചേരാവേ. എന്തായി? ആടെങ്കിലും എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് അവരെ തെറ്റാക്കേ. എനിക്ക് കാലല്ല വേദന. നല്ല കാലുവേദന ഉണ്ട്. നമ്മളെ പിക്ക് ചെയ്യാൻ മിക്കാറും ഇപ്പൊ ഒരു ടീംസ് വരും. അപ്പൊ അവരോട് നമ്മള് പോകട്ടോ. ഒന്നില്ലേ വീട്ടിലോട്ട് പോകണമെങ്കിൽ അവരുടെ വീട്ടിലോട്ട് പോകാന്നാണ് എന്റെ ഒരു ആഗ്രഹം. എന്താ വീട്? എനിക്ക് വീടൊന്നും ആൾക്കൊന്നും ഉറങ്ങാൻ കഴിയില്ല. വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ 1-2 മണിക്കൂർ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് ഉറപ്പാ. അതുകൊണ്ടാട്ടോ നമ്മൾ അവര് വന്നു കഴിഞ്ഞാൽ അവരോട് എവിടെയെങ്കിലും സെറ്റ് ചെയ്യും. ബാക്കി വിശേഷങ്ങൾ അവര് വന്നിട്ട് നമ്മുടെ ടീംസ് വന്നിട്ടോ വേണ്ടോ അവര് ബൈക്കിൽ കയറിയിട്ട് സ്കൂട്ടിയിൽ കയറി നമ്മൾ അപ്പുറത്തേക്ക് പോവാണ് റൂമിലേക്ക്. കയറൂല്ലേ? നമ്മൾ സ്കൂട്ടി എടുത്ത് പറപ്പിക്കാണ്. പുറകിൽ വണ്ടി വാങ്ങിച്ചു കൊടുക്കും. മുമ്പിൽ വാങ്ങിച്ചു കൊടുക്കും. വണ്ടി വാങ്ങിച്ചു കൊടുക്കും. ക്ലിയർ ഒക്കെ അത് വെള്ളം മുമ്പിൽ നിൽക്കുന്നോണ്ടാ. ഇവിടെ വന്നിട്ടോ നമുക്ക് റൂം കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഇവിടുത്തെ TV കട മെമ്പർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. இது வந்து மதுராங்க நகரம் நம்ம நகர தலைவர் வந்து பெருமாள் அவர் சார்பா தான் எல்லாம் இங்க வந்திருக்கோம். தளபதி பார்க்க வந்ததால உங்களுக்காக அனைத்து விதமான எல்லாம் சேவையும் செய்யறதுக்காக வந்திருக்கோம். ஓகே தேங்க்யூ. பெருமாள் அவர் இல்ல நகர தலைவர் பெருமாள் இல்ல அவர் சொல்லு கேளுங்க தான். ഓക്കെ ഓക്കെ சொன்னதால எல்லாம் എല്ലാരും കണ്ടോ ഒരു പടയാ വന്നേക്കുന്നത്. 3-4 വണ്ടി കിട്ടും. നമുക്ക് ഇത് ரொம்ப சந்தோஷமா இருக்கு. இந்த மாதிரி டிவிக்கு ஒரு சப்போர்ட் கிடைக்கும்னு நினைக்கவே இல்லை. எல்லாம் தளபதிக்காக ஆமா மொத்த முடத்துக்காக മനസ്സിലായില്ല ഗൈസ്. അത്രയ്ക്ക് പവറും ഫാൻസും നമ്മുടെ അണ്ണനുണ്ട്. അപ്പൊ അടുത്തൊരു ഇലക്ഷൻ വന്നാലും നമ്മൾ വേണം പവറായിട്ട് നിൽക്കുക. ഗൈസ് ഇവിടെ പറക്കുന്ന കൊടിയുണ്ടോ? അണ്ണൻ കൊടി പറക്കത്. നമ്മളൊരു ഫംഗ്ഷന് വേണ്ടി പോവാട്ടോ. ഇവരാണ് ഫംഗ്ഷൻ. നമ്മളങ്ങനെ ഇവിടെ ഫംഗ്ഷൻ നമ്മൾ അടിച്ചു പൊളിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ ഹാളിൽ വന്നിട്ടുണ്ട്. ഇത് എന്നത് ബിരിയാണിയാ? വെജിറ്റേറിയൻ വൈറ്റ് റൈസ്, തൈര് സാദം, പരിപ്പ്. ഇത് ഉരുളക്കിഴങ്ങ്, ഗുലാബ് ജാം, വെജ് ബിരിയാണി. ഇതൊക്കെ നമ്മുടെ നമ്മളിവിടെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത മെയിൻ ആളാണ്. ഇവിടെ ഇത് என்ன പരിപാടി? എന്നാ വിശേഷം? അപ്പൊ ഗൈസ് ഇതിനെ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിട്ടാട്ടോ നമ്മളിവിടെ വന്നേ. ഫുഡെല്ലാം സൂപ്പർ ആയിരുന്നു. ரொம்ப നന്ദി. അപ്പൊ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വളകാപ്പൊക്കെ നമ്മള് കൂടുന്നത് കേട്ടോ. എന്റെ ജീവിതത്തിലെ ഫസ്റ്റ് ആയിട്ടാണ് ഇതുപോലൊരു സെലിബ്രേഷൻ എന്തായാലും ചെയ്യുന്നത്. അത് തമിഴ്നാട്ടില്. ரொம்ப സന്തോഷം. ശരിയാണ്. അരുൺകുമാർ അഖില. ഓക്കെ അമ്മ നല്ല പോകുന്ന വണ്ടിയൊക്കെ നമുക്ക് എസ്കോട്ടാട്ടോ.
നമ്മുടെ ഗ്യാങ് TV ഗ്യാങ് വേറെ ലെവല്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ലൈഫ്. ഈ ഒരു ലൈഫ് ഇനി കിട്ടുമോ ഇല്ലെന്ന് പറച്ചതിന് മാത്രമേ പറയുള്ളൂ. എന്നാലും ഇത് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് വിജയണ്ണനോടാ കേട്ടോ. നോക്കിയാ വിജയണ്ണന്റെ സപ്പോർട്ട് എന്ന് വെച്ചാ മക്കളെ ഇതുണ്ടോ നമ്മള് വളകാപ്പിന് ഗിഫ്റ്റ് തന്നെ കേട്ടോ. നമ്മളെ തിരിച്ച് റൂമിലേക്ക് പോവാട്ടോ. ടെമ്പിൾ കണ്ടോ, അത് കൊളാട്ടോ. ഇവിടുത്തെ വലിയ അമ്പലം തോന്നുന്നു. അതിന്റെ ഡോറ് കണ്ടോ, അതൊക്കെ നല്ല രസമുണ്ടല്ലേ. ഇതാണ് ഗൈസ് രഥം. ഇതിപ്പോ ഓഫിൽ കിടക്കാണ്, പരിപാടി ഉള്ളപ്പോ പുറത്തിറങ്ങും. വളരെ 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 സന്തോഷമുള്ളൊരു നിമിഷം കേട്ടോ. എന്താണല്ലേ കാണിച്ചു തരാം. വളകാപ്പ് അവിടെ ചെന്നപ്പോ അവര് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന കേട്ടോ. കാണിച്ചു കൊടുക്കാൻ എന്തൊക്കെയാണ്. ഇതൊരു ബോക്സ്, സ്റ്റീൽ പാത്രം കണ്ടാ നല്ല അടിപൊളി. അത് തുറക്കുന്നതിന് മുമ്പ് കാണിച്ചു കൊടുക്കാം. ഇതുണ്ടോ, ഇതിനകത്ത് ഇവരുടെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഇത്ര ക്ലിയർ ആയിട്ട് കാണുള്ളൂ. അതിനെ തുറക്ക്. നല്ല രസം ഇഷ്ടപ്പെട്ട അതെ, ഓരോന്നോരോന്ന് എടുക്കാൻ. മുറുക്ക് വേറെ ഇതെന്തോന്ന് അറിയത്തില്ല കേട്ടോ. ഇത് നമ്മൾ കഴിച്ചിട്ടില്ല. ഇത് പിന്നെ ഒരു റോസ്പൂ റോസ്പൂ അടുത്ത ഗുണമുണ്ടേ. ഇതിനുള്ളിൽ വെച്ചിട്ടുള്ള മണം മണം പോയാ. ഓക്കെ. പിന്നെ അതിനിടണ കുപ്പിവള, അത് ടൈം ഉണ്ടാവള. കൈയിട് കേറോ. സൂപ്പർ. നാളെ കുപ്പികളൊക്കെ ഇട്ട് നടക്കാം. പിന്നെ മിഠായി, 2 മിഠായി. പിന്നെ അത് അവരെ ഇതൊരു മഞ്ഞളുടെ പൊടി, മഞ്ഞൾ പൗഡറും, പിന്നെ ഇതൊരു ദുർഗ കുങ്കുമപ്പൊടി. കുങ്കുമപ്പൊടി ഹാപ്പിയില്ലേ? നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഞാൻ ഹാപ്പി കേട്ടോ. ഇതുകൂട്ടി 2 കിട്ടിയിട്ടുണ്ട്. ഒന്ന് എനിക്ക് ഒന്ന് നോക്കും. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകള്. വളകാപ്പൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. അവിടെ പോലും ഞാൻ കൂടിയിട്ടില്ല. ചെറുക്കന്റെ പേര് ഇത്, പെണ്ണിന്റെ പേര് ആയിരിക്കട്ടെ, ബട്ട് എനിക്കറിയില്ല. അത് കുട്ടീന്റെ കുഞ്ഞിക്കാല് കണ്ട, ഏത് ബേബിയാണോ ആ ബേബിന്റെ. പിന്നെ ഇത് ഫംഗ്ഷന്റെ പേരായിരിക്കും. അത് ഇന്നത്തെ ഡേറ്റ് ആണ് കണ്ട, ഇന്നാണ് ആ പരിപാടി. അപ്പൊ എല്ലാവർക്കും ഓർമ്മക്കായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കും. നമ്മുടെ ഓർമ്മ. ഇത് നമുക്ക് ഓർമ്മക്കായിട്ട് നല്ല അടിപൊളി. ഇത് ഓർമ്മക്കായിട്ട് നമ്മളിത് വീട്ടിൽ കൊണ്ടുപോട്ടോ. ഹാപ്പി ആയില്ലേ? ഞാൻ കൊണ്ടുപോകും. ഇന്നത്തെ നമ്മുടെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. രാവിലെ ഞങ്ങള് ഒരു ഓഡിറ്റോറിയത്തിൽ പോയി, അവിടെ കല്യാണ ഫംഗ്ഷൻ ആയിരുന്നത്. അപ്പൊ രാവിലത്തെ ഫുഡ് കഴിച്ച്. ഇതിപ്പോ രാത്രി, അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഇന്ന് രാത്രിയത്തെ ഫുഡും ഇതേപോലെ ഒരു ഓഡിറ്റോറിയത്തിൽ, അതും വളകാപ്പ് ഫംഗ്ഷന്റെ അടിപൊളി. ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ റൂം. സൂപ്പർ ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റപ്പ്. ടി വി അവിടെ ടാബൊക്കെ കുത്തിയിട്ടുണ്ട്. എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ കൂടെ ഇതുവരെ ഈ യാത്രയിൽ പങ്കുചേർന്നതും വരുന്നതുമായിട്ടുള്ള കുറേ അധികം മനുഷ്യരുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒത്തിരി നന്ദി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.